ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂരിലെ കുരിയച്ചിറയിലാണ്. ഇവിടെ അധികമൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഫാൻസി ബേക്കറി കം കഫേയുടെ മുമ്പിലാണ്. അപ്പൊ ഇതാണ് ഓലിയ പറ്റീസറി ബേക്കറി ആൻഡ് മോർ. ശരിക്കും ഇതിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ കാണുമ്പോൾ തന്നെ ഒരു കേക്കിന്റെ ലെയർ പോലെ തോന്നിക്കുന്നുണ്ട്. അത്രയ്ക്കും നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു ബേക്കറി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു ബ്രെത്ത് ടേക്കിംഗ് ഫീലിംഗ് ആയിരുന്നു. അതായത് ഹോളിവുഡ് മൂവി ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറിയിലുള്ള പോലെ ഒരു ഫാന്റസി വേൾഡിലേക്ക് വന്നൊരു ഫീലിംഗ് ആണ് കിട്ടിയത്. അതായത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്ത ഒരു ബേക്കറി തൃശ്ശൂരിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്കും നല്ല രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിപ്പോ ഇവരുടെ ബേക്ക്ഡ് പ്രൊഡക്ട്സ് ആയാലും ശരി, ഇവരുടെ ബേക്കറിയിലുള്ള കളർ തീം ആയാലും ശരി, എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ വായിൽ നിന്നും വെള്ളം ഊറുന്നുണ്ട്. അതിപ്പോ ഇവരുടെ ബെർലിനേഴ്സ് ആയാലും ഡോണറ്റ്സ് ആയാലും കേക്ക്സിക്കിൾസ് ആയാലും കേക്ക് പോപ്സ് ആയാലും ബ്രൗണീസ് ആയാലും മാക്കറൂൺസ് ആയാലും കപ്പ് കേക്ക്സ് ആയാലും മൂൺ കേക്ക്സ് ആയാലും പിന്നെ ലേമിംഗ്ടൺ കേക്ക്സ്, അധികം എവിടെയും കാണാത്ത ഓസ്ട്രേലിയൻ കേക്ക്സ് ആണത്. പിന്നെ ഇവരുടെ ബട്ടർ ക്രീം ഐറ്റംസ് ആയാലും സിഗ്നേച്ചർ ചോക്ലേറ്റ്സ്, പ്ലം കേക്ക്സ്, മഫിൻസ് ആൻഡ് വാട്ട് നോട്ട്. എല്ലാം കാണുമ്പോൾ അറിയാം നല്ല ഫൈൻ ക്വാളിറ്റി പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന്. പിന്നെ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തത്, വളരെ കോമ്പറ്റേറ്റീവ് ആൻഡ് റീസണബിൾ പ്രൈസസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ 1/2 kg ആൻഡ് 1 kg സൈസിലുള്ള നല്ല ബ്യൂട്ടിഫുൾ കസ്റ്റമൈസ്ഡ് കേക്ക്സ് ആണ്. നമ്മുടെ ലൈഫിലെ ഏതൊരു ഹാപ്പി ഒക്കേഷനും സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് ഫ്ലേവർ വേണം, എങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ മതി, ഇവർ അതേപോലെ ചെയ്തു തരും. പിന്നെ ചെറിയ ഒക്കേഷൻസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഈ ട്രെൻഡിങ് ജാപ്പനീസ് ബെന്റോ കേക്ക്സ് അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് കേക്ക്സ് വാങ്ങിക്കാവുന്നതാണ്. കാരണം ഇത് വെയിറ്റിലും കുറവാണ്, റേറ്റിലും കുറവാണ്. പിന്നെ ഈ കാണുന്നത് ഒരു സർപ്രൈസ് ഐറ്റം ആണ്. അത് നിങ്ങൾക്ക് വാങ്ങിക്കണോ അതോ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടോ എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള പേസ്ട്രീസ് ആൻഡ് ചീസ് കേക്ക്സ്. അതായത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും ചീസും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. ഇവർക്ക് ഇത് കൂടാതെ മിൽക്ക് കേക്ക്സ് ഉണ്ട്, പിന്നെ ഡ്രീം കേക്ക് അല്ലെങ്കിൽ ടോട്ടെ കേക്ക്സ് ഉണ്ട്, ഹണി കേക്ക്സ് ഉണ്ട്, പിന്നെ ക്രൊസോൺസിന്റെ പുതിയ വേർഷനായ പിൻവീൽ ക്രൊസോൺസ് ഉണ്ട്, പിന്നെ പല ഫ്ലേവേഴ്സിലുള്ള നോർമൽ ക്രൊസോൺസ് ഉണ്ട്. പിന്നെ ഇവിടെ സ്വീറ്റ്സ് അല്ലാതെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇന്നോവേറ്റീവ് ഹോട്ട് ബേക്സ് അല്ലെങ്കിൽ സേവറീസും ഉണ്ട്. ഫത്തായറൊക്കെ ഗൾഫിൽ കണ്ട അതേ ഓത്തന്റിക് സ്നാക്ക് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് മിനി പിസ്സ ചിക്കൻ ഉണ്ട്, ഫൊക്കാച്ചിയ വെജ് പിസ്സ ഉണ്ട്, പിന്നെ പല ഫ്ലേവേഴ്സിലുള്ള ടാർട്ട്സും ഉണ്ട്. അപ്പോ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാന്ന് ഇത് കണ്ടാൽ തന്നെ അറിയാം. റീസണബിൾ റേറ്റ്സും ആണ്. അതേപോലെ ഇവരുടെ ഫുഡിന്റെ പ്രസന്റേഷൻ ടോപ്പ് നോച്ച് ആണ്. ഇവർക്ക് ഇവരുടെ ക്വിക്ക്ലി കൺസ്യൂമബിൾ പ്രോഡക്ട്സ് അല്ലാതെ കുറച്ച് സ്റ്റോർ ചെയ്യാനുള്ള ഐറ്റംസും ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇവരുടെ സ്പെഷ്യൽ കുക്കീസ് ഉണ്ട്, പല ഫ്ലേവേഴ്സിലും പല ഷേപ്സിലുള്ള കുക്കീസ് ഉണ്ട്. പിന്നെ പല ഫ്ലേവേഴ്സിലുള്ള ഷോർട്ട് ബ്രെഡ്സ് ഉണ്ട്, പല ഫ്ലേവേഴ്സിലുള്ള മറാങ്സ് ഉണ്ട്. പിന്നെ ഇവർ തന്നെ ബേക്ക് ചെയ്യുന്ന നോർമൽ ബ്രെഡ്സ് ഉണ്ട്, അസോർട്ടഡ് ബ്രെഡ്സ് ഉണ്ട്, സ്റ്റഫ്ഡ് ബൺസ് ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മൾ ഇവരുടെ പറ്റീസറി കണ്ടു, ബേക്കറി കണ്ടു. ഇനി മോർ എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് മുകളിലേക്ക് പോകാം. കഫേ അപ്സ്റ്റേഴ്സ് എന്ന ബോർഡ് താഴെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഇവിടെ ഒരു സാധാരണ സ്പേസ് ആയിരിക്കും ഇവരുടെ കോഫിയും അതേപോലെ ഇവരുടെ ബേക്ക്ഡ് ഐറ്റംസ് ഒക്കെ കഴിച്ച് ആസ്വദിക്കാനുള്ള. പക്ഷെ ഇവിടെ കണ്ടപ്പോൾ ശരിക്കും ഒരു ഫൈൻ ഡൈൻ ആംബിയൻസ് ഉള്ള റെസ്റ്റോ കഫേ പോലെയാണ് ഫീൽ ചെയ്തത്. മനസ്സിലേക്ക് ഈ അടുത്ത് ഫേമസ് ആയ ഒരു ഡയലോഗ് കം സോങ് ആണ് ഓടി വന്നത്. സോ ബ്യൂട്ടിഫുൾ, സോ എലിഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ശരിക്കും അത്യാവശ്യത്തിനുള്ള ആൾക്കാർക്ക് കഴിക്കാനുള്ള സീറ്റ്സ് ഉണ്ട്. പിന്നെ ഇവരുടെ ആംബിയൻസ് ആയാലും ആ ഒരു കളർ തീം ഇവിടെയും ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇവരുടെ സീലിംഗിലുള്ള ഈ അപ്സൈഡ് ഡൗൺ പ്ലാന്റ്സ് ആണ്. ഈ കാണുന്നത് നല്ല റിച്ച് കോഫി ഉണ്ടാക്കുന്ന കോഫി മേക്കറും കോഫി മെഷീനും ഒക്കെ ഉള്ള ഒരു ചെറിയ കൗണ്ടറാണ്. ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും വളരെ യുണീക്ക് ആൻഡ് അട്രാക്റ്റീവ് ആയി തോന്നി. ഇത്രയ്ക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ കഫേ ഇവിടെ ഉണ്ടെന്ന് തന്നെ പലർക്കും അറിയോന്ന് തന്നെ അറിയില്ല.
എന്തായാലും നമ്മൾ ഇന്ന് അത് അറിയിച്ചിട്ട് തന്നെ പോവുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കാം. മെനു കണ്ടപ്പോൾ വളരെ സന്തോഷമായി. കാരണം ഇവിടെ ഇവർ സെർവ് ചെയ്യുന്നത് ഗ്ലോബൽ കുസീൻസ് ആണ്. ഒരുവിധ എല്ലാ കാറ്റഗറീസും ഉണ്ട്. സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, സൂപ്സ് ഉണ്ട്, സാലഡ്സ് ഉണ്ട്, ബർഗേഴ്സ് ഉണ്ട്, സാൻഡ്വിച്ചസ് ഉണ്ട്, പാസ്ത ഐറ്റംസ് ഉണ്ട്, മെയിൻ കോഴ്സ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവരുടെ മോക്ടെയിൽസും മൊഹിത്തോസും ഒക്കെ ഉണ്ട്. പിന്നെ ഐസ് ടീ ഉണ്ട്. പിന്നെ ഇവരുടെ ഷേക്സ് ഉണ്ട്. പിന്നെ ഇവരുടെ ഫൈൻ ഓർഗാനിക് കോഫി ബീൻസ് ക്രഷ് ചെയ്തുണ്ടാക്കുന്ന കോഫിയാണ് ഇവരുടെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി. അപ്പൊ നമ്മൾ ഇവരുടെ കുറച്ച് സെലക്റ്റീവ് ഐറ്റംസ് ഓർഡർ ചെയ്തു. അതിൽ ആദ്യം എത്തിയത് ഈ ഒരു വണ്ടർഫുൾ സ്റ്റാർട്ടർ ആണ്. അപ്പൊ ഇതാണ് കറാഗെ ചിക്കൻ. ഇതൊരു ജാപ്പനീസ് സ്റ്റാർട്ടർ ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ലൊരു ടെംപ്റ്റിംഗ് ലുക്കാണ്. ഒരു ഫ്രൈഡ് ചിക്കൻ ആണ്. അപ്പൊ ഇതിൽ എന്താ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഈ ചിക്കൻ ഇവരുടെ സ്പെഷ്യൽ മയണൈസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ചിക്കൻ ഫ്രൈസ് ആണ്. അതായത് ബാറ്റർ ഒന്നും ഇല്ലാണ്ട് പൊട്ടാറ്റോ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഫ്ലവർ കൊണ്ട് കോട്ട് ചെയ്ത് ഡീപ് ഫ്രൈ ചെയ്തെടുത്ത ടെൻഡർ ചിക്കൻ തൈ പീസസ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ ഇവരുടെ സ്പെഷ്യൽ മയണൈസും ഉണ്ട്. ഇനി നമുക്ക് ഇവരുടെ സാലഡും കൂടി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. നല്ല ബ്ലാക്ക് പെപ്പർ ആണെന്ന് തോന്നുന്നു. അത് ക്രഷ് ചെയ്ത് സാലഡിന്റെ മുകളിൽ സീസണിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നത് ഇവരുടെ ഈ ഒരു ഓപ്പൺ ബർഗർ ആണ്. അതിനുശേഷം നല്ലൊരു ടെംപ്റ്റിംഗ് സാൻഡ്വിച്ചും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ ഓൾ അമേരിക്കൻ ബർഗർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ ഇവിടെ ചിക്കൻ പാറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ബീഫ് പാറ്റിക്കും സെയിം റേറ്റ് തന്നെയാണ്. അതിന്റെ കൂടെ നല്ല പെരി പെരി പൊട്ടേറ്റോ ചിപ്സും വരുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഡിപ്പും വരുന്നുണ്ട്. ഇതിലെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത വെജിറ്റബിൾ മാറ്റി അത് സാലഡ് ആക്കി കഴിക്കാവുന്നതാണ്. എനിക്ക് എന്തായാലും ഇതിലെല്ലാം ഇഷ്ടമായി. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ക്ലോസ് ചെയ്ത് ഇതിന്റെ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നല്ല പെർഫെക്റ്റ് ബർഗർ ആണ്. അതായത് ബണ്ണിന്റെ ക്വാളിറ്റി ആയാലും ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ല സോഫ്റ്റ് പൊട്ടാറ്റോ ബണ്ണാണെന്ന് തോന്നുന്നു. പിന്നെ നല്ല ഗ്രിൽഡ് ചീസി ചിക്കൻ പാറ്റി, ലെറ്റ്യൂസ്, ടൊമാറ്റോസ്, കുക്കുംബർ, ഹാലപ്പീനോസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് സാധാ ഫ്രൈസിന് പകരം ഇവിടെ പൊട്ടാറ്റോ ചിപ്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ പെരി പെരി ചില്ലി പൗഡറൊക്കെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷൻ. ഇനി നമുക്ക് ഇതിന് ശേഷം വന്ന ഫക്കാച്ചിയ സാൻഡ്വിച്ച് ഒന്ന് കഴിച്ചു നോക്കാം. വെരി ഫേമസ് ഇറ്റാലിയൻ ബ്രെഡ് ആണ്. ഇത് ഉപയോഗിച്ച് സാൻഡ്വിച്ചസ് വളരെ റെയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. ആഹാ, നല്ല എക്സലന്റ് സാൻഡ്വിച്ച്. അതായത് ഇതിന്റെ ബ്രെഡ് ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഇതിൽ വരുന്നത് പെസ്റ്റോ സോസും കുക്ക്ഡ് ഹറീസ ചിക്കനുമാണ്. പിന്നെ ഡിപ്പും ഫ്രൈസും ഇതിലും വരുന്നുണ്ട്. അങ്ങനെ ഇത്രയും കഴിച്ച് ദാഹിച്ചപ്പോൾ ഓർഡർ ചെയ്തതാണ് ഇവരുടെ 2 ടെംപ്റ്റിംഗ് ബെവറേജസ്. അപ്പൊ ഇതാണ് ഇവരുടെ ബിസ്കോഫ് കാരമൽ ക്രീം ബ്ലെൻഡ്. ഒരു ക്രീമി ഷേക്ക് തന്നെയാണ്. ഇവരതിന് ക്രീമി ബ്ലെൻഡ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സിപ്പ് എടുത്ത് നോക്കാം. കൊതി കാരണം കിട്ടിയ സ്ട്രോ വെച്ച് കുടിച്ചു നോക്കി. അപ്പോഴാണ് മനസ്സിലായത് ഇത് മോക്ടെയിൽ കുടിക്കാനുള്ള സ്ട്രോ ആണെന്ന്. ഇത്ര വലിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ പറ്റി. നല്ല പെർഫെക്റ്റ് ക്രീമി ബിസ്കോഫ് ഷേക്ക് ആണ്. ശരിക്കുള്ള സ്ട്രോ വെച്ച് കുറച്ചും കൂടി ഒന്ന് കുടിച്ചു നോക്കി. പിന്നെ അടുത്ത് ട്രൈ ചെയ്താണ് ഇവരുടെ ബ്ലൂ മൗണ്ടൻ മോക്ടെയിൽ. നല്ല പ്രസന്റേഷൻ, നല്ല അട്രാക്റ്റീവ് കളർ, നല്ലൊരു ഡീസന്റ് റേറ്റും ആണ്. നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒരു സിപ്പ് എടുത്ത് നോക്കാം. ആഹാ, നല്ല പെർഫെക്റ്റ് ബ്ലൂ കുറാക്കാവോ മോക്ടെയിൽ ആണ്. അതിന്റെ മുകളിൽ വനില ഐസ്ക്രീമിന്റെ സ്കൂപ്പും ഉണ്ട്. പിന്നെ വന്നത് ഇവരുടെ ഒരു മെയിൻ കോഴ്സ് ഐറ്റം ആണ്. അതിന്റെ ശേഷം ഇവരുടെ ഒരു പാസ്ത ഐറ്റമും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഫെറ്റുച്ചീനി ക്വാത്രോ ഫോർമാജിയോ പാസ്ത. ഇതിലാദ്യം നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഇതിലുള്ള തിക്ക് ഫ്ലാറ്റ് പാസ്തയാണ്. അപ്പൊ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നൈസ്, നല്ല റിച്ച് ആൻഡ് ക്രീമി പാസ്ത. അതായത് 4 തരം ചീസ് ഉപയോഗിച്ചിട്ടുള്ള ഗ്രിൽഡ് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാസ്തയാണ്. അതിന്റെ കൂടെ 2 ഗാർലിക് ബ്രെഡും തന്നിട്ടുണ്ട്. അതിൽ ഷെഡർ ചീസും ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഗാർലിക് ബ്രെഡും കൂട്ടി പാസ്ത ഒന്ന് കഴിച്ചു നോക്കാം. ഒരു കംപ്ലീറ്റ് ചീസ് ബ്ലാസ്റ്റ് തന്നെയാണെന്ന് പറയാം. ചീസ് ലവേഴ്സിന് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അങ്ങനെ അവസാനം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവരുടെ മെയിൻ കോഴ്സിലുള്ള ക്രീമി ചിക്കൻ പോട്ട് പൈ ആണ്. ഇത് കാണുമ്പോൾ ഒരു ഷെഫേർഡ്സ് പൈ ആണ് ഓർമ്മ വരുന്നത്. നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട്, നല്ല പ്ലീസിങ് പ്രസന്റേഷൻ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒരു ചെറിയ പോർഷൻ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ താഴെ ഒരു വൈറ്റ് ക്രീമി ലെയർ ആണ് വരുന്നത്. അപ്പൊ ഇത് എക്സാക്ട്ലി ഷെഫേർഡ്സ് പൈ അല്ല, ആ ഒരു ടോപ്പിംഗ് മാത്രമാണ് സിമിലർ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഡിഷിന്റെ കൂടെ ഒരു ഓണിയൻ സാലഡും പിന്നെ ഇവരുടെ ടൊമാറ്റോ കൻകാസെ സോസും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ടിൽ നിന്നും കുറച്ചെടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല ക്രീമി ചിക്കൻ ആൻഡ് വെജിറ്റബിൾസ് ആണ് താഴത്തെ ലെയറിൽ വരുന്നത്. അതിന്റെ ടോപ്പിംഗ്
ടോപ്പിംഗ് ആയി വരുന്നത് നല്ല സ്മൂത്ത് മാഷ് പൊട്ടേറ്റോസ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ടോപ്പ് ലെയർ ആയിട്ട് 2 പേർക്ക് സുഖമായി കഴിക്കാം. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇവരുടെ കുറച്ച് ഡെസേർട്സ് ഓർഡർ ചെയ്തു. അതിൽ ആദ്യം വന്നത് ഇവരുടെ ബർഗണ്ടി ചീസ് കേക്ക് ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആയി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇമ്പോർട്ടഡ് ബ്രാൻഡായ L&Weirന്റെ ഫൈൻ ക്വാളിറ്റി ക്രീം ചീസ് ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല പെർഫെക്റ്റ് ചീസ് കേക്ക്, ശരിക്കും മെൽറ്റ് ചെയ്ത് പോയി, അത്രയ്ക്കും സോഫ്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഒരു പീസും കൂടി എടുത്തു നോക്കാം. ഇതിന്റെ ഉള്ളിൽ ഒരു റാസ്ബെറി ഫില്ലിംഗ് ആണ് വരുന്നത്. അപ്പൊ റാസ്ബെറി അല്ലെങ്കിൽ ബ്ലൂബെറി ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ വന്നതാണ് മോനെ നമ്മുടെ ഐറ്റം. അപ്പൊ ഇതാണ് ഇവരുടെ ന്യൂട്ടെല്ല ബെർലിനർ. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് നല്ല പെർഫെക്റ്റ് റേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് നൈഫ് എടുത്ത് മുറിച്ചൊന്ന് കഴിച്ചു നോക്കാം. സാധാരണഗതി ഇത് കയ്യിലെടുത്ത് കഴിച്ചൊരു മെസ്സ് പോലെ കഴിച്ചിട്ടാണ് എൻജോയ് ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു ഫോർക്കും നൈഫും എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ ചോക്ലേറ്റ് ന്യൂട്ടെല്ല ഇങ്ങനെ ഊസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ന്യൂട്ടെല്ല ബെർലിനർ. ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഫുള്ള് തീർത്തിട്ട് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. അങ്ങനെ അവസാനം വന്നതാണ് ഇവരുടെ ആ സർപ്രൈസ് ഐറ്റം, ദ വൈറൽ കൊറിയൻ ജിഗ്ലി കാറ്റ് പുഡിംഗ്. ഇതിന്റെ ഈ വിഗ്ലിനെസ് തന്നെയാണ് ഇതിന്റെ മോസ്റ്റ് എക്സൈറ്റിംഗ് ഫീച്ചർ. ഇത്രയും ക്യൂട്ട് ക്യാറ്റ് ആയതുകൊണ്ട് കഴിക്കാൻ തോന്നുന്നേ ഇല്ല. പക്ഷെ ഇത് കഴിക്കാൻ അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ഇതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയണ്ടേ. Wow, this is just a panna cotta pudding. ഇതൊരു ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ആണ്. അപ്പൊ ഫ്രൂട്ട് ഫ്ലേവേഴ്സിനെല്ലാം ഈ റേറ്റ് ആണ് വരുന്നത്. പിന്നെ ഇത് കൂടാതെ ഇവർക്ക് വെനില ആൻഡ് ചോക്ലേറ്റ് ഫ്ലേവേഴ്സും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് മാത്രം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്ത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഓഫർ ഉണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് ഡൈൻ ചെയ്യുകയാണെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. നിങ്ങൾക്ക് ഈ ക്യൂട്ട് ജിഗ്ലി കാറ്റ് പുഡിംഗ് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നതാണ്. ഇന്നത്തെ ഫുഡ് എക്സ്പീരിയൻസ് ശരിക്കും മൈൻഡ് ബ്ലോയിങ് തന്നെ ആയിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും സമയം കളയാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് കഴിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഓഫർ വളരെ ലിമിറ്റഡ് ആവാനാണ് സാധ്യത. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.